ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേയുള്ള നമ്മുടെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളും അതേപോലെ അറഫ നോമ്പിൻ്റെ നോമ്പ് തുറയും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ പെരുന്നാളും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 2 ദിവസം മുന്നേ തന്നെ മൊത്തം ഒന്ന് മാറാലൊക്കെ ഒന്ന് അടിച്ച് അതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചു വാരി പിന്നെ എല്ലാവരുടെയും സോഫയും അതേപോലെ തന്നെ എല്ലാവരുടെയും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു, പൊടിയും ഒക്കെ ഒന്ന് തുടച്ചു. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് തന്നെയാണ്, എന്നാലും പെരുന്നാളായിട്ട് നമുക്കൊന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ സോഫയെല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ കോണിയിടാൻ ഒരു സ്റ്റീൽ കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും എല്ലാം തുടച്ചെടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളിന് നമുക്കൊന്ന് ഒരുങ്ങി എല്ലാം ഒന്ന് റെഡി ആവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി അപ്പോൾ ഇതാട്ടാ തുടയൊക്കെ കഴിഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ പെരുന്നാളിനൊക്കെ റെഡി ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ, എല്ലാവരും ക്ലീനാക്കി നല്ല നീറ്റാക്കിയിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്കങ്ങനെയാണ് കേട്ടോ. നല്ല നീറ്റാക്കി അടിച്ച് വൃത്തിയാക്കി തുടച്ചൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു മനസ്സിന് ഒരു സുഖം തന്നെയാണ് കിട്ടാറ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ തലേ ദിവസം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തലേ ദിവസം ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് ആണല്ലോ, അപ്പോൾ നോമ്പിന് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തലേ ദിവസം ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ പിറ്റേ ദിവസം ബിരിയാണിയും ആണ്, ഫിഷ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെരുന്നാളിന്. പിന്നെ ചില്ലി ചിക്കനും അതേപോലെ തന്നെ പായസമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കിച്ചണൊക്കെ നീറ്റാക്കി ക്ലീനാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയാണ് കേട്ടോ അത്. അപ്പോൾ വർക്ക് ഏരിയയും അതേപോലെ തന്നെ നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം നമ്മുടെ എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം പിന്നെ പെരുന്നാളിന് നീറ്റാക്കൽ ക്ലീനാക്കൽ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ എല്ലാം ക്ലീനാക്കി, തലേ ദിവസം എല്ലാം കൂടെ നമുക്ക് പറ്റില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും നമ്മുടെ ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഏരിയയും കൂടെ ഇവിടെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ തലേ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ വല്ലാതെ കാണിക്കുന്നില്ല തലേ ദിവസത്തെ കേട്ടോ. അപ്പോൾ തലേ ദിവസത്തോടെയും അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാർപ്പറ്റ് വിരിക്കുക, ബെഡ്ഷീറ്റ് വിരിക്കുക ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതാ കാർപ്പറ്റ് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർപ്പറ്റൊക്കെ തുറക്കുന്നതിന് മുന്നേ ഞാൻ ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വിരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർപ്പറ്റൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ബെഡ്ഷീറ്റാണ് കേട്ടോ വിരിക്കുന്നത്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ എല്ലാ ബെഡ്ഷീറ്റും വാഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തലേ ദിവസമാണ് ഞാൻ വിരിച്ചിടുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്നുണ്ട്. ബെഡ്ഷീറ്റും അതേപോലെ തന്നെ മറ്റെല്ലാ റൂമിലും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോമ്പറക്കാനായിട്ട് വൈകുന്നേരം കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ട്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതുമാണ് കേട്ടോ. പിന്നെ പൊറോട്ട ആയിരുന്നു. അപ്പോൾ പൊറോട്ട വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ പെരുന്നാളിനുള്ള ബിരിയാണിയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ബിരിയാണിക്ക് റൈസ്
ഇതാദ്യം വാർത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ട് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫിഷ് ആണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഇതാ ആവോലി ഫിഷ് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കന് ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒക്കെ റെഡിയാക്കി ഒക്കെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫിഷും മസാല പുരട്ടി വെച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസം ചിക്കന് ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ തന്നെ കോൺഫ്ലവറും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തു. അതിന് ശേഷം സവാള വഴറ്റി ഇഞ്ചിയും സവാളയും അതേപോലെ തന്നെ പച്ചമുളകും വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ് പിന്നെ ടൊമാറ്റോ സോസ് അതേപോലെ തന്നെ ചില്ലി സോസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ എടുക്കാം. നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇട്ടിരിക്കുക. അപ്പോൾ നല്ല അടിപൊളി ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനം പിന്നെ നമുക്ക് കുറച്ച് പുതിന മല്ലിച്ചപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ഒരു ഭാഗത്ത് ദമ്മായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് പായസമാണ്. അപ്പോൾ ഇതാ ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആയതിന് ശേഷം പിന്നെ ഞാനത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കോരി മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാനതിലേക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സെയിം പാനിൽ തന്നെയാണ് ആവശ്യത്തിന് നെയ്യ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് നെയ്യ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇടുക. ഇനി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ആ ആവിയിലൊന്ന് ചെറിയ സിമ്മാക്കിയിട്ട് മൂടി വയ്ക്കുക. അതിന് ശേഷം ഞാൻ ഇതാ ചവ്വരി ഓൾറെഡി ഒരു 10 മിനിറ്റോളം ഒരമണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിരുന്നു. ഇങ്ങനെ കുതിർത്ത് വെക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വേവും ചെയ്യും, നമുക്ക് ആ കണ്ണ് പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള പാൽ, ഇത് വേവാനുള്ള പാല് വേണം. അപ്പോൾ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ ചവ്വരിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിക്ക് പിടിക്കാതെ നന്നായി ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഞാൻ കുറച്ച് സമയം ചെറിയ സിമ്മിലിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടച്ചു വെക്കാം. അതിന് ശേഷം പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ചാൽ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. വറുത്തിട്ടുള്ള സേമിയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് വളരെ കുറച്ച് മതി. വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഏലക്കയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വേദറി കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതാണല്ലോ, അതും കൂടെ മുകളിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മുടെ സമയം 1 മണിയായി. അപ്പോൾ എല്ലാവരും ഇതാട്ടാ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ തറവാട്ടിലുള്ളവർ ഉപ്പയും ഉമ്മയും അതുപോലെ മാമന് അനിയന് ഹസ്ബൻഡിൻ്റെ അനിയന് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്